ഹരേ കൃഷ്ണ. അഞ്ജനാപുത്രൻ ഹനുമാനാകുന്ന കഥയാണ് പറയുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് പറയുന്നത്. അഞ്ജനയും കേസരിയും തങ്ങൾക്ക് പുത്രനെ ദാനമായി തന്ന പാർവതി പരമേശ്വരന്മാരെ മനമുരുകി പ്രാർത്ഥിച്ചു. ആ സമയത്ത് അഞ്ജനാതനയൻ സൂര്യനെ പിടിക്കാനായി ഒരു ശ്രമം തന്നെ നടത്തുകയായിരുന്നു. തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്ന ഒരു തുടുതുടുത്ത കുട്ടിക്കുരങ്ങിനെ കണ്ട് സൂര്യഭഗവാൻ അത്ഭുതപ്പെട്ടു. ഇവൻ ആരാണ്? എന്തിനാണ് ഇവൻ എൻ്റെ അടുത്തേക്ക് വരുന്നത്? തന്നെ നശിപ്പിക്കാൻ വരുന്ന വല്ല ശത്രുവുമായിരിക്കുമോ എന്ത്? എന്തായാലും സൂക്ഷിച്ചില്ലെങ്കിൽ അപകടമാണെന്ന് മനസ്സിലാക്കിയ സൂര്യഭഗവാൻ പ്രതിരോധ നടപടി എന്ന നിലയിൽ തൻ്റെ ചൂടിൻ്റെ ശക്തി അത്യധികം വർദ്ധിപ്പിച്ചു. എന്നാൽ അഞ്ജനാതനയന് ആ ചൂട് ബാധിച്ചതേയില്ല. അവൻ സൂര്യനെ വിഴുങ്ങുവാൻ അടുത്തുകൊണ്ടിരുന്നു. പരിഭ്രാന്തനായ സൂര്യഭഗവാൻ ദേവേന്ദ്രനെ വിളിച്ച് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. സൂര്യന് ആപത്ത് പിണഞ്ഞിരിക്കുന്നതായി മനസ്സിലാക്കിയ ദേവേന്ദ്രൻ വജ്രായുധവുമായി അവിടെ എത്തി. സൂര്യൻ്റെ വർദ്ധിച്ച താപത്താൽ ആ കുമാരൻ്റെ ശരീരം പൊള്ളിത്തുടങ്ങിയപ്പോൾ അവൻ പ്രാണരക്ഷാർത്ഥം പിതാവിനെ വിളിച്ചു കരഞ്ഞു. കുമാരൻ്റെ കരച്ചിൽ കേട്ടു വായുഭഗവാൻ അവിടെ ഓടിയെത്തി. സൂര്യതാപം മൂലം പിടയുന്ന തൻ്റെ പുത്രനെ കണ്ടു വായുഭഗവാൻ സൂര്യനെ കുറ്റപ്പെടുത്തി. സൂര്യദേവ, നിന്റെ ഈ പരാക്രമം വെറും ഒരു ശിശുവായി ഇവനോട് വേണ്ട. നീ ഒരു ദേവനാണോ? നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ? വായുദേവ, അങ്ങ് എന്നെ മാത്രം കുറ്റപ്പെടുത്തിയത് ശരിയായില്ല. ഇവൻ കുഞ്ഞാണെങ്കിലും ഭയങ്കര ധിക്കാരിയാണ്. ആദിത്യ, ഇവനൊരു കേവലം കുഞ്ഞല്ല, ശിവശക്തി സംഭവനാണ്. അത് ശരിയായിരിക്കാം എന്ന് കരുതി എന്തു പരാക്രമവും കാട്ടണമെന്നാണോ? ആപത്ത് വരുമ്പോൾ തത്വമൊതിയതുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ? അത് ശരി, അങ്ങനെയാണ് നീ ധരിച്ചിരിക്കുന്നതെങ്കിൽ കുമാരനെ ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നതെന്ന് നീ നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞ് ശക്തമായി ഒന്ന് വീശി. തത്സമയം അഞ്ജനാപുത്രന് നല്ല സുഖം അനുഭവപ്പെട്ടു. ഇതിനിടയിൽ വജ്രായുധവുമായി പാഞ്ഞെത്തിയ ദേവേന്ദ്രൻ ഒന്നും ചിന്തിക്കാതെ അഞ്ജനാപുത്രനെ ആക്രമിച്ചു. അപ്പോൾ വായുഭഗവാൻ ദേവേന്ദ്രനെ ആവുന്നത്ര എതിർത്തു നോക്കി. പക്ഷേ ദേവേന്ദ്രൻ അതൊന്നും തന്നെ ചെവിക്കൊള്ളുവാൻ തയ്യാറായില്ല. ആ വജ്രായുധം തീപ്പൊരി പാറിച്ചുകൊണ്ട് അവൻ്റെ താടിയെല്ലിൽ തട്ടി മുറിവുണ്ടാക്കി. പക്ഷേ മറ്റൊന്നും ചെയ്യാൻ ആ വജ്രായുധത്തിന് പോലും കഴിഞ്ഞില്ല. കുമാരൻ ബോധം കെട്ട് നിലംപതിച്ചു. വജ്രായുധത്താൽ മുറിവേറ്റത് മൂലം അവൻ്റെ മുഖം അല്പം നീണ്ടുപോയതിനാൽ മാരുതപുത്രന് ഹനുമാൻ എന്ന് പേരുണ്ടായി. ഹരേ കൃഷ്ണ. ഇതിൻ്റെ അവസാന ഭാഗമായിരുന്നു ഈ കഥ. ഇതിൻ്റെ ബാക്കി അടുത്തതിൽ.